ഈ യുദ്ധം 4 ആഴ്ച കൊണ്ട് അവസാനിക്കും എന്നാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. അത് അത്രയും സമയമെടുക്കില്ല, പക്ഷേ അതിൻ്റെ ഒരു ഷെഡ്യൂൾ 4 ആഴ്ച എന്നാണ്. പക്ഷേ 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കുന്ന ഒരു മട്ട് ഇപ്പോൾ കാണാനില്ല. ഏതായാലും അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കുന്നു. അവിടെ ഇറാനിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന സൂചന ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്യുന്നു. തുടരെ ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഒരു ആവശ്യം ഇറാനിലെ ജനങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നത് ജനാധിപത്യത്തിലേക്ക് മടങ്ങാനുള്ളൊരു സുവർണാവസരമാണ്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന ആവശ്യം, ഇറാനിലെ ജനങ്ങൾ ഒരു ഭരണത്തെ അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനം ആരംഭിക്കേണ്ട സമയമായെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. അതിനുവേണ്ടിയുള്ള പിന്തുണ നൽകും എന്ന് തുടർച്ചയായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇറാനിൽ ഇനി ഒരു ആഭ്യന്തര കലാപം ശക്തമായ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ മാത്രമേ യുദ്ധം അതിവേഗം പര്യവസാനിക്കൂ എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ കർക്ക് ദ്വീപുകളിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അതീവ ഗുരുതരമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. ആഗോള എണ്ണ വിപണി കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ ഇത്ര രൂക്ഷമായൊരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ എന്ന സംശയം പലരും പ്രകടിപ്പിക്കുകയാണ്. ഇത് ആഗോള തലത്തിൽ തന്നെ മറ്റ് ഇന്ധന പാചക വാതക മേഖലയെ രൂക്ഷമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുമോ എന്ന ചർച്ചകൾ മറുവശത്ത് സജീവമാകുന്നു. മെറൈനുകളെ അങ്ങോട്ടേക്ക് 2200ഓളം മെറൈനുകളും അടങ്ങിയ പടക്കപ്പൽ ഇറാൻ തീരത്തേക്ക് നീങ്ങിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ജപ്പാൻ തീരത്തു നിന്നുണ്ടായിരുന്ന സൈനികരെയാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അങ്ങനെ വന്നാൽ ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതയുണ്ടോ? ഈ മെറൈനുകൾ സ്വാഭാവികമായി ഇങ്ങനെ കടലിലും കരയിലും യുദ്ധം ചെയ്യാൻ പരിശീലനം സിദ്ധിച്ച ഒരു വിഭാഗമാണ്.